എല്ലാവർക്കും തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തെസ്സലോനിക്കർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനം. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. റോമാലേഖനം 15-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലും സഹോദരന്മാരെ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരേണ്ടതിനും ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടി പോരാടണം. പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന ചോദിക്കത്തക്ക നിലയിൽ വളരെ താഴ്മയുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. തനിക്ക് ആ കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ദുഷ്ടലോകത്ത് ദുഷ്ടമനുഷ്യരോടും പൈശാചിക ശക്തികളോടും പോരാടി ജയിക്കണമെങ്കിൽ, കൃപയിൽ വളരണമെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന തനിക്ക് ഏറ്റവും ആവശ്യമാണെന്ന് താൻ മനസ്സിലാക്കിയിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരസ്യമായിട്ട് പറയുവാൻ താൻ ഒരിക്കലും ലജ്ജിച്ചിരുന്നതുമില്ല. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. താൻ ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കുവാൻ ഞാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എൻ്റെ വായിൽ ദൈവം വചനം നൽകിത്തരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം താൻ അവിടെ ചോദിക്കുകയാണ്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ അടുക്കൽ കർത്താവിൻ്റെ വചനം എത്തിയതുപോലെ, തെസ്സലോനിക്കയിൽ ദൈവത്തിൻ്റെ വചനം എത്തിയതുപോലെ ആ വചനം വളരെ വേഗത്തിലാണ് അവിടെ ക്രിയ ചെയ്തത്. ദൈവത്തിൻ്റെ വചനം വളരെ വേഗത്തിലാണ് അവിടെ വ്യാപിച്ചത്. കുറേ ആഴ്ചകൾ മാത്രമാണ് പൗലോസ് അവിടെ പാർത്തത് എങ്കിലും പൗലോസ് പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം വളരെ വേഗത്തിൽ അവിടെ വ്യാപിച്ചു. അതുപോലെ ദൈവത്തിൻ്റെ വചനം വേഗത്തിൽ വ്യാപിച്ച് എല്ലായിടത്തും വ്യാപിച്ച് മഹത്വപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പൗലോസിൻ്റെ ഒരപേക്ഷയാണ്. ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവവചനം പല നിലകളിൽ നമുക്ക് മറ്റുള്ളവരുടെ അടുക്കൽ എത്തിക്കുവാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ധാരാളം ആളുകൾ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങി ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാനായിട്ട് സാധിക്കും. തെരുക്കോണുകളിലും അതുപോലെ ജംഗ്ഷനുകളിലും തെരുവോരങ്ങളിലുമൊക്കെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നാം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ വചനം നാം എത്തിക്കേണ്ട ഭവനങ്ങളിലെല്ലാം എത്തിക്കണം. വചനം എത്തിക്കേണ്ട ചുമതല നമുക്കാണ്. അത് ദൂതന്മാരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ദൈവവചനം, സുവിശേഷം ലോകത്തിൻ്റെ എല്ലായിടത്തും എത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ ദൈവവചനം എത്തിയതുപോലെ വേഗത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം എത്തിയിട്ട് അത് വ്യാപിച്ച് ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. അടുത്തതിൻ്റെ പ്രാർത്ഥന ആവശ്യം, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസ് കൊരിന്തിലിരിക്കുമ്പോഴാണല്ലോ
ഈ ലേഖനം എഴുതുന്നത്. അവിടെ പൗലോസിനെ ദുഷ്ടന്മാരായിട്ടുള്ള പല വ്യക്തികൾ എതിർക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അത് കാണാം. ഗല്ലിയോൻ അഖായിയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലൂസിൻ്റെ നേരെ ഒരുവനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ ഇടയിൽ പൗലോസ് പാർക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. ദൈവം ആ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി കൊടുക്കുന്നവനാണ്. പൗലോസിനു വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ നിത്യതയിൽ ആ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് സന്തോഷിക്കും. പ്രതിഫലം അവർക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വീടുകളിൽ വെറുതെ കഴിയുന്നവർക്ക് പോലും ചെയ്യുവാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവവേല ചെയ്യുന്നവരെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും എത്തേണ്ടതിനും സുവിശേഷ പ്രവർത്തകരെ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കേണ്ടതിനുമൊക്കെ നാം പ്രാർത്ഥിക്കണം. അതൊരു ശുശ്രൂഷയാണ്. ആരും അറിയുന്നില്ല എങ്കിലും ദൈവം അതറിയുന്നു. പ്രാർത്ഥിക്കുന്നവരെ ഒരുപക്ഷെ ലോകത്തിൽ ആരും അറിയത്തില്ല, എന്നാൽ ദൈവം അവരെ അറിയുന്നു. ആ ബോധ്യത്തോടുകൂടി നമുക്കും പൗലോസിൻ്റെ മാതൃക പിൻപറ്റുവാൻ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്സാഹവും ആത്മഭാരവും തന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ.